ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഇഫ്താർ സ്പെഷ്യലായിട്ട് വളരെ എളുപ്പത്തിലും എന്നാൽ നല്ല വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വെറൈറ്റി ആയിട്ടുള്ള ഒരു മിനി ചിക്കൻ റോളാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഞാനിവിടെ ഒരു സവോള, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പൊട്ടറ്റോ ഉപ്പിട്ട് വേവിച്ച് ഒന്നടച്ചെടുത്തത്, പിന്നെ 200 ഗ്രാം ചിക്കൻ, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ബോൺലെസ് ചിക്കനാണ്. ഈ ചിക്കൻ ഫ്രൈ ആക്കുന്നതിനായി ഞാനൊരു സിമ്പിൾ മാരിനേഷൻ ചെയ്യുന്നുണ്ട്. അതിനായി ചിക്കനിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇതുപോലെ എല്ലാം ഒന്ന് മിക്സാക്കി കഴിഞ്ഞാൽ ഇനി ഒരു 10 മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കാം. അതിനായി പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് വേവുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചിട്ട് കൊടുത്ത് ഫ്രൈ ആക്കി എടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ചിക്കൻ ഫ്രൈ ആക്കാതെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്താലും മതി കേട്ടോ. എന്നിരുന്നാലും ഫ്രൈ ചെയ്ത ചിക്കൻ വെച്ചുണ്ടാക്കുന്ന ഫില്ലിങ്ങിനാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഫ്രൈ ചെയ്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. ഈ ഒരു പരിവാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലൊന്ന് പൾസ് ചെയ്തെടുക്കുകയോ ചെയ്യണം. ഞാനിപ്പോൾ ഇതുപോലെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത അതേ എണ്ണയാണ് ഫില്ലിംഗ് ഉണ്ടാക്കാനും യൂസ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇനി സവോള അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. സവോള നല്ലപോലെ ഒന്ന് വഴറ്റി കിട്ടുന്നതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവോള ഇതുപോലെ ഒന്ന് വഴറ്റി വരുമ്പോൾ 3/4 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകവും കുരുമുളകും കൂടി കൂട്ടിപ്പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് ചൂടാക്കി എടുത്ത ശേഷം ഇതിലേക്ക് ഇനി വേവിച്ചുടച്ച് വെച്ച പൊട്ടറ്റോ ചേർക്കാം. കൂടെ തന്നെ മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിക്കോളൂ, പോരായ്ക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മളുണ്ടാക്കിയ ഫില്ലിങ് ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഈ ഫില്ലിങ്ങിൽ നിന്നും കുറച്ച് ഇതുപോലെ എടുത്ത് ഒന്ന് ഉരുട്ടിയ ശേഷം ഇതുപോലെ ഒന്ന് റോളാക്കി എടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാനും റോളാക്കി എടുക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കിയ ഫില്ലിങ്ങിൻ്റെ അളവ് വെച്ച് ഈ ഒരു വലുപ്പത്തിൽ 13 റോള് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായി ഒരു ബൗളിലേക്ക് 3 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്താൽ നമുക്ക് വേണ്ട മൈദ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി വേണ്ടത് വെർമിസില്ലിയാണ്. ഞാനിപ്പോൾ നല്ല തിന്നായിട്ടുള്ള റോസ്റ്റഡ് വെർമിസില്ലിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം കോൺഫ്ലേക്സോ അല്ലെങ്കിൽ ബ്രെഡ് ക്രംസോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇനി വേണ്ടത് സമൂസ ഷീറ്റ്സ് ആണ്. ഞാനിപ്പോൾ സിറ്റ്സിൻ്റെ സമൂസ ഷീറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് റോള് വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. നല്ല ഈസിയാണ് ഇങ്ങനെ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഏറ്റവും എൻഡിലായിട്ട് നമ്മളുണ്ടാക്കിയ മൈദ ബാറ്ററി ഇല്ലേ അത് കുറച്ചാക്കി കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ നല്ലപോലെ ഒട്ടിയിരുന്നോളൂ. റോൾ ചെയ്ത് കഴിയുമ്പോൾ ഫില്ലിങ് 2 ഭാഗത്തേക്കും കുറച്ച് പുറത്തേക്ക് വന്ന് നിൽക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. ഇനി ഇത് നമ്മുടെ മൈദ ബാറ്ററിൽ മുക്കി കൊടുക്കാം. വെർമിസില്ലിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ,
ഇതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും മൈദ ബാറ്ററിൽ മുക്കാം, വെർമിസെല്ലിയിൽ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെ തന്നെ ഇനി ബാക്കിയുള്ളതെല്ലാനും ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാനും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ആക്കി എടുക്കാം. അതിനായി പാനിൽ എണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. തീ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ആക്കി എടുക്കാൻ. കളറ് മാറുന്നതിനനുസരിച്ച് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കണം. ദേ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിനി കോരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഉള്ളിൽ നല്ല ചിക്കൻ ഫില്ലിങ്ങും പുറമെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്. കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഫ്താർ സ്പെഷ്യലായിട്ടും വൈകുന്നേരങ്ങളിൽ ടീ ടൈം സ്നാക്സ് ആയിട്ടൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ മറ്റൊരു റെസിപ്പി വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.